Hello everyone, how are you all? Welcome to another video. ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഞാൻ പലപ്പോഴും ക്ലാസ്സസിൽ കേൾക്കാറുണ്ട് ആൾക്കാർ പറയുന്നത് ആൻഡ് ടു ആപ്പിൾസ് അല്ലെങ്കിൽ ടു ബുക്സ്. ആൾക്കാർ കൺഫ്യൂസ്ഡ് ആണ് എപ്പോഴാണ് എ ഉപയോഗിക്കേണ്ടതെന്ന്. സോ ഐ തിങ്ക് ദിസ് വീഡിയോ മൈറ്റ് ഹെൽപ്പ് ദം. ഒരുപാട് പേർക്ക് അറിയാം എങ്ങനെയാണ് കറക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്ന്, ബട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. സോ ഞാൻ പറയും ആൻ ആപ്പിൾ. ഇപ്പം എൻ്റെ കയ്യിൽ 2 ആപ്പിൾ ഉണ്ട്. ഇപ്പം ഞാൻ പറയില്ല ആൻഡ് 2 ആപ്പിൾസ് എന്ന് ഞാൻ പറയില്ല. ഞാൻ എന്താണ് പറയുക? 2 ആപ്പിൾസ്. നമ്മൾ മലയാളത്തിൽ ഒരു എന്ന് പറയുന്നത് ഒരു ആപ്പിൾ, അതാണ് ഈ എയും ആനും. വവൽ സൗണ്ടിങ് ലെറ്റേഴ്സിന് മുമ്പിൽ ആന് വരും, അല്ലാത്ത ലെറ്റേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ എ ഇടും. അത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ആക്ച്വലി ദിസ് ടൈം അതാണ് യൂസ് ഡ്യൂറിങ് ദി ക്ലാസ്സസ്. എൻ്റെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ പറയും എ ക്ലോക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ക്ലോക്ക് ഉണ്ട്. ഇപ്പോൾ ഞാൻ എന്താ പറയുക? 2 ക്ലോക്ക്സ്. 2 ഉണ്ടാകുമ്പോൾ 2 ക്ലോക്ക്സ് ആവും, പ്ലൂറൽ ആവും. 1 ഉണ്ടാകുമ്പോൾ എ ക്ലോക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഐ ഹാവ് എ മൊബൈൽ ഫോൺ. എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. നൗ ഐ ഹാവ് 2 മൊബൈൽ ഫോൺസ്. ഇപ്പോൾ 2 ഉണ്ടാകുമ്പോൾ പ്ലൂറൽ ആവും, എന്നിട്ട് മൊബൈൽ ഫോൺസ് എന്ന് വരും. 1 ഉണ്ടാകുമ്പോൾ എ മൊബൈൽ ഫോൺ എന്ന് വരും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഐ ഹാവ് ആൻ ഇയർപോഡ് കേസ്. ഒരെണ്ണമാണുള്ളത്. 1 ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ആൻ. 2 ഉണ്ടാകുമ്പോൾ എയും ആനും മാറ്റി വെച്ചിട്ട് 2 ഇയർപോഡ് കേസസ്. 3 ആണെങ്കിൽ അതുപോലെ തന്നെ 3 ഇയർപോഡ് കേസസ്, 4 ഇയർപോഡ് കേസസ്. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ 1 ഉണ്ടെങ്കിൽ മാത്രമേ എയും ആനും ഉപയോഗിക്കുള്ളൂ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എയും ആനും മാറ്റി വെക്കും, എന്നിട്ട് പ്ലൂറൽ ഫോമാണ് ഉപയോഗിക്കുക.